ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നോമിനേഷന് കയറിയപ്പം ആര്യനും ഗിസേലിനും പറ്റിയ ഒരു ജബ മൂമെൻ്റ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ലൈവിൽ നിന്ന്. ആര്യൻ ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ കൺഫെഷൻ റൂമിലേക്ക് എത്തുന്നു. അതിനുശേഷം പേര് പറഞ്ഞു തുടങ്ങുന്നു. രണ്ടുപേരെയാണല്ലോ നോമിനേറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ ആളുടെ പേര് പറഞ്ഞു, രണ്ടാമത് നെവിനെ നോമിനേറ്റ് ചെയ്യാനാണ് ആര്യൻ്റെ പ്ലാൻ. പക്ഷേ നെവിൻ്റെ പേരെങ്ങനെയാണ്, നിവിൻ നവിൻ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലേത് പേരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആദ്യം റോങ് ആയി പറഞ്ഞു. ഇത് കേട്ട ബിഗ് ബോസ് പറഞ്ഞു, ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിലില്ലല്ലോ, പുറത്ത് പോയി പേര് ചോദിച്ചിട്ട് വരൂ. ഇത് കേട്ട് ആരും പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഓടി വന്നിട്ട് പറയൂ, നിൻ്റെ പേര് പറയൂ എന്ന് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് നൈസായിട്ട് ന്യൂട്രലായിട്ട് അവിടെ നിന്ന് കറങ്ങി നടന്നു. എല്ലാവരും പേരൊന്ന് നോക്കണം വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് നോക്കി. എങ്കിൽ തിരിച്ചു പോയിട്ട് വീണ്ടും റോങ് ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് ഇവിടെ ഇല്ല, വീണ്ടും പോയി പേര് നോക്കിയിട്ട് വരൂ. ഉടൻ ആരും തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ അകത്ത് പോയപ്പോൾ ഞാൻ എല്ലാം മറന്നുപോയി, എല്ലാവരും ഒന്ന് പേര് കാണിച്ചു തരുമോ. അപ്പോൾ എല്ലാവരും പേര് കാണിച്ചു കൊടുത്തു. നൈസായിട്ട് നെവിൻ്റെ പേര് നോക്കിയിട്ട് ഉള്ളിൽ പോയി പറഞ്ഞു. അതിന് ശേഷം ഉണ്ടായത് വേറൊരു ഫൺ മൊമെൻ്റ് ആയിരുന്നു. ബിഗ് ബോസ് പറഞ്ഞു, എന്നാൽ ഇനി കലാഭവൻ സരികനെ വിളിച്ചുകൊണ്ട് വരൂ, അടുത്ത സരിക വരട്ടെ. അപ്പോൾ പുറത്തിറങ്ങിയ നമ്മുടെ ആര്യൻ പറയുകയാണ്, സാരികയോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും സാരികയാണോ, ശാരികയായിരിക്കും. അതെ ശാരികയാണ്. ഇത് കേട്ട് ശാരിക ഓടി കൺഫെഷൻ റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ കൺഫെഷൻ റൂമിൽ തുറന്നു പറയുന്നതിന് തൊട്ട് മുമ്പ് ബിഗ് ബോസ് പറഞ്ഞു, ശാരിക 6 പേര് പറയാനാണ് പറഞ്ഞതെന്ന് ആര്യനോട് പറയാൻ പറയൂ. ഇത് കേട്ട് ശാരിക പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്നെ അല്ല കേട്ടോ വിളിച്ചത്, ആരെയാണ് വിളിച്ചത്. അപ്പോൾ ആര്യൻ, അത് ശാരിക അല്ല സരികയായിരിക്കും, നിങ്ങളെല്ലാം കൂടി അല്ലേ എന്നോട് പറഞ്ഞത് ശാരികയാണെന്ന്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു രസത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ സോറി എനിക്ക് അബദ്ധം പറ്റിയതായിരിക്കും, ശാരികയാണ്, അങ്ങനെ സരികയാണ് പറഞ്ഞ് എനിക്കും അത് പറയാത്ത അവസ്ഥയിലെത്തി. സാരിക ഉടൻ തന്നെ തിരിച്ചു വന്നിരുന്നു. സരിക തിരിച്ച് അകത്ത് പോയി കൺഫെഷൻ റൂമിൽ പോയി നോമിനേഷൻ നടത്തി. അതിനുശേഷം നോമിനേഷന് പോയ ഗിസേലിന് പറ്റിയതും ഇതേ താളപ്പിഴ തന്നെയാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, സാലിക ജീനെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് ബിഗ് ബോസ് പറഞ്ഞു, എഗെയിൻ ഇവിടെ അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് ഇല്ല മോളെ, പുറത്ത് പോയി ചോദിച്ചിട്ട് വരൂ. ഇത് കേട്ടിട്ട് ഗിസേൽ പുറത്ത് വന്നിട്ട് ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെയൊക്കെ പേരെനിക്കൊന്ന് കാണിച്ചു തരുമോ. എന്നിട്ട് പതുക്കെ ശാരികനെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് പോയി പിന്നെയും മിസ്പ്രൊനൗൺസ് ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇനിഷ്യലോടുകൂടി പറയാൻ. അപ്പോൾ ഇനിഷ്യലോടുകൂടി തന്നെ കൃത്യമായി പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. തുടക്കമായതുകൊണ്ട് തന്നെ ആരെയും പരിചയമില്ല, പേരും അറിയില്ല, സ്വാഭാവികമാണെങ്കിലും ബിഗ് ബോസും അവരും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ഒരു ഫൺ മൊമെൻ്റ് ആയിരുന്നു ആക്ച്വലി. പിന്നീട് കൊടൂരമായ വഴക്കുകളും പ്രക്ഷോഭണങ്ങളും നടന്നെങ്കിലും അതൊരു രസമുള്ള മൊമെൻ്റ് ആയിരുന്നു. എന്താണ് വഴക്ക് നടന്നതെന്ന് ഓൾറെഡി നിങ്ങൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടാവും. ആ സീൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും കേട്ടോ.